വെൽക്കം ബാക്ക്. അപ്പോൾ ദേ സമയം രാവിലെ 3 മണിയായിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ദേ 20 കിലോമീറ്റർ, സമയം 4 മണി കഴിഞ്ഞു. ഇതിപ്പോൾ ലൊക്കേഷൻ പണ്ടപ്പള്ളി കേട്ടോ, വിത്ത് അവർ വൈശാഖ് ബ്രോ. ഹായ് ബ്രോ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പോയേക്കാം. കോയമ്പടി അല്ലേ? ആദ്യം ഒരു ട്രാൻസ്ഫോമർ ഒരു കവലയുണ്ട്, അവിടെ അല്ല. രണ്ടാമതൊരു ട്രാൻസ്ഫോമർ ഒരു കവലയും. അവിടുന്ന് വരത്തേക്ക് ആരോട് ചോദിക്കണ്ടേ? ഓക്കെ, അപ്പോൾ നമ്മളിത് മണ്ണപ്പുറം എത്തി. അപ്പോൾ മണ്ണപ്പുറത്തു നിന്നുള്ള വഴിയാണ് പറഞ്ഞു തന്നെ. നല്ല ഗ്രേഡ് ക്ലൈംബൊക്കെ കേട്ടോ. നമ്മുടെ സൺറൈസിൻ്റെ കളറൊക്കെ വന്നിട്ടുണ്ട്. ഏറ്റവും നല്ല രാവിലെ എല്ലാ കയറ്റവും നല്ല ഗ്രേഡാണത്. ആ വ്യൂ ഉണ്ടോ? അതെ, മഞ്ഞില്ലാത്തതുകൊണ്ട് കാഴ്ചകൾ കാണാം. അതല്ലേ. അങ്ങനത്തെ കയറി വന്നപ്പോൾ നല്ല 1.5 ഗ്രേഡ്. അപ്പോൾ അവസാനം നമ്മൾ ഇറങ്ങി തള്ളേണ്ട വന്നു. എങ്ങനെയുണ്ട് ബ്രോ? കാരണം അത്രയും ദൂരം നിരപ്പ് വന്നിട്ട്. അതെ അതെ, ഒറ്റയടിക്ക് കയറുക. ഗ്രേഡ് കാണും. അങ്ങനത്തെ വീണ്ടും കുറച്ച് ഗ്രേഡ് കുറഞ്ഞപ്പോൾ വണ്ടിയെ കയറി ചവിട്ടുന്നു. മഞ്ഞ് കുറവാ. ഞാൻ നോക്കിയപ്പോഴേ ഇത് നമ്മൾ എവിടെയെങ്കിലും ഇല്ലാണ്ട് പോയിട്ടുണ്ടോ? വെയിലാവുന്നതിന് മുന്നേ നമ്മൾ സൈക്ലിസ്റ്റുകൾ ഇങ്ങനെയാണ്. ശരിടാ. അങ്ങനെ നമ്മൾ സ്ട്രാവയിൽ ഫോളോ ചെയ്യുന്ന ഒരാളെ കണ്ടു, എരുമേലിക്കാരനല്ലേ. അപ്പോൾ ആൾക്കാരൊക്കെ സൺറൈസ് കഴിഞ്ഞ് തിരിച്ചു പോവാണ്, നമ്മളപ്പോഴത്തേനും വരുവാണ്. ഇത്രയും ക്ലൈംബ് ഉള്ളതുകൊണ്ടാണ്. പിന്നെ ക്ലൗഡ് ബിഡ് കിട്ടിയാലെന്നറിയാലോ. ഹേയ് വാട്സപ്പ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ദേ നമ്മുടെ ഒരു പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ എന്ന് വേണേൽ പറയാം. ഇതിപ്പം കോട്ടപ്പാറയാണ് സ്ഥലം. അപ്പോൾ ദേ ഇത് നമ്മുടെ സ്വന്തം വൈശാഖ് ബ്രോയുടെ വണ്ടിയാണ്, ആരും തെറ്റിയിരിക്കേണ്ട. ദേ വൈശാഖ് ബ്രോ അവിടെയുണ്ട്. എൻ്റെ വണ്ടി നമുക്ക് സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് അവിടെ വെച്ചേക്കുവാണ്. അപ്പോൾ ദേ കോട്ടപ്പാറയിൽ വന്നതാണ്. അപ്പം എന്താണേലും നമുക്ക് ഈ ഒരു ലൊക്കേഷൻ ഫേമസ് ആയെന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലൗഡ് ബെഡ്, ഇവിടെ ഫുള്ള് ക്ലൗഡ് ബെഡ്, അതായത് നമ്മുടെ തൊട്ട് താഴെ വരെ ക്ലൗഡ് ബെഡ് കാണുന്ന ഒരു ലൊക്കേഷൻ അതായിരുന്നു. അങ്ങനെയാണ് ഇത് ഫേമസ് ആയത്. പക്ഷേ ഈ ഒരു സമയം നമുക്കറിയാമല്ലോ, ഈ ഒരു ഫെബ്രുവരിയിലൊന്നും നമ്മളത് പ്രതീക്ഷ ഒരിക്കലും വരണ്ട. ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒക്ടോബർ. അപ്പോൾ ആ ഒരു സമയം, ഒരു മൺസൂൺ ഉണ്ടല്ലോ, ആ ഒരു സമയത്തൊക്കെ വരുവാണെങ്കിൽ നല്ല അടിപൊളി വിഷ്വലായിരിക്കും ഇവിടെ. ഇതിപ്പം സൺറൈസ് നമുക്ക് കറക്റ്റ് കാണാൻ പറ്റത്തില്ല, കാരണം അതുകൊണ്ട് ഈ ഒരു മല കണ്ടോ, ആ മലയുടെ പുറകിലായിട്ടാണ് സൺറൈസ് വരുന്നത്. പക്ഷേ ആ ഒരു സൺറൈസിൻ്റെ കളറ് ദേ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. അത് നല്ല അടിപൊളി ഒരു വിഷ്വലാണ്. അപ്പോൾ ആ ഒരു മല കണ്ടോ, സൺറൈസ് കഴിഞ്ഞിട്ട് കുറച്ച് എന്താണ് ആ വെട്ട അവിടെ വന്ന് അടിക്കുന്നത്, അതൊക്കെ ഒരു ഭയങ്കര അടിപൊളി വിഷ്വലാട്ടോ. കാണുമ്പോൾ ക്യാമറയിൽ എത്രത്തോളം അത് കണ്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷെ നല്ല നല്ല വൈബാട്ടോ അത് കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കാൻ. ദൂരെ നോക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് മഞ്ഞൊക്കെ കാണാം കേട്ടോ, ചെറിയ രീതിയിലുള്ള ചെറിയ കോടമഞ്ഞുകളൊക്കെ. ക്ലൗഡ് ബെഡൊന്നുമില്ല. പിന്നെ ദേ ഇവിടെയൊക്കെ അത്യാവശ്യം കുറച്ച് കരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ സാമാന്യം നല്ല രീതിയിൽ വേസ്റ്റ് ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ കേട്ടോ ശരിക്കും നമുക്കൊരു സങ്കടം വരുന്നത്. ഇത്രയും നല്ലൊരു സ്പോട്ടിൽ വന്നിട്ട് നിറച്ച് വേസ്റ്റുകളാട്ടോ. അപ്പോൾ കാര്യം പറഞ്ഞാൽ നമ്മളും ഇന്നൊരു എന്താ പറയുക, ഒരു ക്ലൗഡ് ബെഡ് കാണാൻ വേണ്ടിയിട്ടൊന്നും വന്നതല്ല. കാരണം എന്താണ്, നമുക്കത് കിട്ടില്ലെന്നറിയാം. അപ്പോൾ ജസ്റ്റ് ഒരു സൺറൈസിൻ്റെ ഒക്കെ സമയത്ത് വന്ന് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കണ്ട്. അപ്പോൾ നമ്മുടെ വൈശാഖ് ബ്രോ ആണെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ബൈക്കിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ക്ലൈംബൊക്കെ കാര്യം പറഞ്ഞ് ഡെക്കാത്തതുകൊണ്ട് ഒരു ചലഞ്ചൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ക്ലൈംബ് പഠിച്ചേക്കാന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയ കേട്ടോ. അപ്പോൾ കാര്യം പറഞ്ഞാൽ ആ ഒരു മലയിലേക്ക് ഹൈക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ സൈക്കിളിൽ വന്നുകൊണ്ട് തിരിച്ച് നല്ല വെയിലായിരിക്കും, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. പറ്റുവാണെങ്കിൽ ഈ ഒരു ചെറിയ മലയിൽ ഒന്ന് കയറാമെന്ന് വിചാരിക്കുന്നു, അറിയില്ല, നോക്കാം. അപ്പോൾ എന്താണെങ്കിലും കുറച്ച് നേരം കൂടെ ഇവിടെ നിന്ന് ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് താഴെ ഇറങ്ങി ഒരു ചെറിയ ചായയൊക്കെ കുടിച്ച് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ കാണുന്നതാണ് വണ്ണപ്പുറം ടൗണാട്ടോ. അപ്പം നമ്മൾ തൊടുപുഴയൊക്കെ പോലെ പെട്ടെന്ന് വികസിച്ച ഒരു സ്ഥലം കേട്ടോ വണ്ണപ്പുറം. അതായത് എന്താ പറയുന്നത്, പെട്ടെന്ന് ഒരുപാട് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വന്നു കേട്ടോ.
അപ്പോൾ ഇത് നമ്മൾ ഇങ്ങോട്ട് മാറുമ്പോൾ ഇവിടെ ഒരു ക്യാമ്പ് ഷെഡ് കാണാം കേട്ടോ. ഇതും വന്യജീവി വകുപ്പിൻ്റെയൊക്കെയാണ്. പക്ഷേ അതിൻ്റെ ഡോറൊക്കെ അടിച്ച് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ആൾക്കാർ തന്നെയായിരിക്കും, അറിയില്ല. ഇതോ ഇവിടെ ഒരു ചെറിയ വാട്ടർ ടാങ്കൊക്കെ. അപ്പോൾ അതേ നമ്മുടെ ഈ ഒരു കോട്ടപ്പാറ ക്ലൗഡ് ബെഡിന് ഫേമസ് ആണെങ്കിലും ഇത് പണ്ട് മുതലുള്ളൊരു സംഭവമല്ല കേട്ടോ ഇവിടെ. അതായത് ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം. അതായത് നമ്മുടെ 2018 ആ ഒരു പ്രളയമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയാണ് ഇത്രയും മഞ്ഞ്, അതായത് ഒരു ക്ലൗഡ് ബെഡ് എന്നുള്ള രീതിയിൽ ഇവിടെ വരാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത്. അപ്പം മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇത്ര ഇല്ലായിരുന്നാണ് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാട്ടോ ശരിക്കും സ്ഥലവും ഫേമസ് ആയത്. അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് വീഡിയോസൊക്കെ വന്നിട്ട് ഒരിടയ്ക്ക് ഭയങ്കര ആൾ വന്ന് കണ്ടമാനം വേസ്റ്റും അങ്ങനെ കുറേ പരിപാടികളൊക്കെ ആയതുകൊണ്ട് പിന്നെ ഫോറസ്റ്റുകാർ വന്ന് ഇവിടെ അവർ ബ്ലോക്ക് ചെയ്തു. അപ്പം എൻട്രിയൊക്കെ പ്രൊഹിബിറ്റഡ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ അങ്ങനത്തെ സീനൊന്നുമില്ല, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പം ഈ പറഞ്ഞ പോലെ വരുമ്പം ക്ലൗഡ് ബെഡ് കാണണമെങ്കിൽ മൺസൂണിൽ വരിക, ഇല്ലെങ്കിൽ ഒരു രാവിലെ നേരത്തെ പോരുവാണെങ്കിൽ അത്യാവശ്യം ഒരു സൺറൈസ് കളറൊക്കെ കണ്ട് ഈ ഒരു വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ച് പോകാം കേട്ടോ. എന്താണേലും നിരാശപ്പെടുത്താത്ത ഒരു സ്പോട്ട് തന്നെയാണ് കോട്ടപ്പാറ. ഇനിയിപ്പം ഇത് വെയിലൊക്കെ വന്നിട്ടുണ്ട്, നമ്മൾ പയ്യെ റിട്ടേൺ അടിക്കും. അപ്പോൾ അതെ നമ്മൾ അവിടെ നിന്നാണ് ഇറങ്ങി വന്നത്. അപ്പോൾ അവിടെ ഒരു ചെറിയ കടയുണ്ട്, ഇവിടെ ഒരു ചെറിയ കടയുണ്ട്, ഇവിടെ ഒരു ചെറിയ മാതാവിൻ്റെ ഗ്രോട്ടയും കുറേ ബൊഗൻവില്ലയൊക്കെ വന്നിട്ട് നല്ല രസം കേട്ടോ. പണ്ട് ഞാനിവിടെ വന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഇത് കാട്ടുവേർ കയറി കേട്ടോ. ഇപ്പം നേരത്തെ കാട്ടുവേറൊന്നും അല്ലായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ഇങ്ങോട്ടൊക്കെ ഇറങ്ങാമായിരുന്നു. അപ്പോൾ അവിടെ നോക്കുമ്പോൾ അവിടെ വെള്ളച്ചാട്ടമൊക്കെ കാണാമായിരുന്നു. ഏതെന്നറിയത്തില്ല, ഒരു ചെറിയ വ്യൂ പോയിൻ്റൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. എന്നാണെങ്കിൽ നമ്മളൊരു ചായയും ബോളിയും മറിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചെറിയ കടിയേ ഉള്ളൂ. വൈകുന്നേരങ്ങളിൽ ബജിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബൊഗൻവില്ലയുടെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. നമുക്കതിനും ചായ എടുത്തു. നമ്മൾ പാല് കൈ കൊണ്ട് തൊടാത്ത വൈശാഖ് ബ്രോയ്ക്ക് കട്ടൻ കാപ്പിയും നമുക്ക് പാൽ ചായ, മുട്ടയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ചൂട് ബോളി. അപ്പോൾ നമ്മൾ തിരിച്ച് ഡൗൺ ഹിൽ ഇറങ്ങുന്നതിന് മുമ്പ് ബാക്കിൽ ഒരു കട്ട മാറണം കേട്ടോ. അതായത് ഇതുണ്ടോ, ബ്രേക്ക് കെട്ടാൻ സാധനമേ ഇല്ല. അപ്പോൾ ഞാനിപ്പം ഒരു 1.5 വർഷമായിട്ട് ലോക്കൽ കട്ട മാത്രമായിട്ട് മാറുന്നത്. ഇത് വെറും 35 രൂപയുടെ കട്ടയാണ്, ലോക്കൽ മാത്രമായിട്ട് മാറുന്നത്. അതാകുമ്പോൾ ഇടയ്ക്ക് 1-2 ഇങ്ങനെ ബാഗിൽ കൊണ്ട് കിടക്കും, ആവശ്യമുള്ളപ്പോൾ നമുക്ക് മാറ്റുകയും ചെയ്യും. ഏത് താഴെ കണ്ടേക്കാന്നാ ബ്രോ ഉദ്ദേശിച്ചത്? അപ്പോൾ ഇച്ചിരി റിസ്ക്കിയാണ്, അതുകൊണ്ട് നമ്മൾ ഡൗൺ ഹിൽ അടിച്ചു പോകണില്ല, ആ ഒരു ഫ്ലോയ്ക്ക് അങ്ങ് പോവാം. ഉള്ള ലിവർ വലിച്ചു പിടിക്കുമ്പോഴാട്ടോ വണ്ടി സ്ലോ ആവണേ. വൈശാഖ് ബ്രോ താഴത്തേക്ക് പോയെന്ന് തോന്നുന്നു. പക്ഷേ ഈ വഴി മണ്ണപ്പുറം പോയാൽ എന്തോ പണി നടക്കുമെന്ന് പറഞ്ഞാൽ ആണോ? നേരെ പോകാൻ പറ്റുമോ? ഓക്കെ. ഇപ്പോൾ നമ്മുടെ വൈശാഖ് ബ്രോ ഏത് വഴിക്കാണ് പോയത് എന്നുള്ളതാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ രണ്ടുപേരും 2 വഴിക്കാട്ടോ പോയിക്കൊണ്ടിരിക്കണേ. എന്നിട്ട് മണ്ണപ്പുറത്ത് മീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. മണ്ണപ്പുറം ടൗൺ എത്താറായി. നമ്മളാ നേരെ കാണുന്ന പാറ കേട്ടോ, കോട്ടപ്പാറ. അങ്ങനെ വൈശാഖ് ബ്രോയിനെ കണ്ടു കിട്ടി. ഇതല്ലേ മറ്റേ കാടിൻ്റെ സ്ഥലം? ചെറിയൊരു കാട്. തേക്കും കാടാണോ ബ്രോ? അങ്ങോട്ട് ഇറങ്ങാൻ കഴിയുമല്ലോ ബ്രോ. ഇത് ലെഫ്റ്റ് അല്ലേ? നോക്കിയിട്ട് അല്ലേ? കുറച്ചേ ഉള്ളല്ലേ? മറ്റേ മുളയൊക്കെ നിൽപ്പുണ്ടല്ലോ.
ഏയ് ഇതങ്ങനെ ആനയുള്ള സ്ഥലമൊന്നുമല്ലെന്ന്. ആ പന്നിയുണ്ട്. അപ്പം അങ്ങോട്ട് പോയാൽ അധികം പ്രത്യേകിച്ചൊന്നും കാണാനില്ല. കുറേ മുളക്കാടുകളുണ്ട്. അവിടെ ഒരു ഇത് തന്നെ മുളക്കാട് സെറ്റപ്പ്. വീട് ചേച്ചി. ഇല്ലി നേരെ കാട്ടിലേക്കാണ് ബ്രോ ചെന്ന് കയറുന്നത്. ഓ ഈ വഴി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ, സ്പ്ലിറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്. ആ ഇത് കൊള്ളാലോ. ഈ ഒരു സ്പോട്ട് ഉണ്ടോ, കാരണം ഇതിലെ വെള്ളം പോകണതാണേ. മഴക്കാലത്ത് വരുവാണെങ്കിൽ പൊളിയായിരിക്കും കേട്ടോ. ഇതോട്ടെ മുകളിലേക്ക് കിടക്കണുണ്ടോ, ഇത് കണ്ടോ ബ്രോ. മഴയത്ത് വരുവായിരുന്നെങ്കിൽ പൊളിയായിരുന്നല്ലേ. തോട് ക്രോസ് ചെയ്ത് കാട്ടുപോത്ത് വിഷയമാണേ ബ്രോ, സൂക്ഷിക്കണം. നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ എന്താ തണുപ്പേ, നല്ല തണുപ്പാട്ടോ. പുഴുവുണ്ട്. ഓക്കെ, ഇതങ്ങനെ കിടക്കുവാണ്. അവിടെ ഒരു ചെറിയ വീടുണ്ട്. ചേട്ടാ നമ്മുടെ ആ ഒരു ഫോറസ്റ്റ് വൈബ് കിട്ടുന്ന സ്ഥലം. തേക്കാണ് കൂടുതലല്ലേ. അതെ, വേറെ എന്തൊക്കെയോ മരങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ആ കാടിൻ്റെ ആംബിയൻസ് ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലം കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. പീസ് ഔട്ട്. ഓക്കെ ബൈ. അപ്പോൾ ശരി.